മരച്ചേനി കൃഷിയിൽ വിജയം വരിച്ച ഒരു കർഷകൻ. അയ്യപ്പൻകോവിൽ മേരുകുളം ഉപ്പൂട്ടിൽ റോയിയാണ് മികച്ച രീതിയിൽ മരച്ചേനി വിളയിച്ച് ലാഭം കൊയ്യുന്നത്. കൃഷി തീർത്തും ജൈവ രീതിയിൽ ആയതിനാൽ ആവശ്യക്കാരും ഏറെയുണ്ട്. ചെറുപ്പം മുതൽ കൃഷിയെ മുറുകെ പിടിച്ച് ജീവിതം സന്തോഷപ്രദമാക്കുന്ന കർഷകനാണ് ഉപ്പൂട്ടിൽ റോയ്. സ്വന്തം ഭൂമിയിൽ ഏലവും മറ്റു കൃഷികളുമാണ് നടത്തുന്നത്. എവിടെ പാട്ടത്തിന് ഭൂമി കിട്ടിയാലും അതെല്ലാം പാട്ടത്തിനടുത്ത് കപ്പയും വാഴയും പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യും. ഇപ്പോഴും കപ്പ വിൽക്കാൻ കഴിയുന്ന കർഷകൻ എന്ന പ്രത്യേകതയും ഉപ്പൂട്ടിൽ റോയ്ക്കുണ്ട്. നേരം പുലർന്ന കൃഷിയിടത്തിലെത്തുന്ന റോയ് സന്ധ്യ മയങ്ങും വരെ കൃഷിയിടത്തിൽ കഠിനാധ്വാനം നടത്തിയാണ് മടങ്ങുക. ഈ വർഷം ഇട്ട മരച്ചീനി പന്നി കുറെ നശിപ്പിച്ചുവെങ്കിലും മരച്ചീനി ന്യായ വിളവ് നൽകി. ഇതോടെ വ്യാപാരികൾ കപ്പ വാങ്ങാൻ കൃഷിയിടത്തിലെത്തി തുടങ്ങി. 30 മുതൽ 35 വരെ കൃഷിയിടത്തിൽ തന്നെ ലഭിക്കുന്നതിനാൽ കൃഷി ലാഭകരമായി മാറുകയും ചെയ്തു. എല്ലാ വർഷവും ഞാൻ കപ്പ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, കൃഷിക്കാരനാണ്. കഴിഞ്ഞ വർഷം ഈ വർഷം കപ്പയ്ക്ക് നല്ല ന്യായ വില നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. 40 രൂപയ്ക്കാണ് കടക്കാർ വിൽക്കുന്നത്. നമുക്കൊരു 30-35 രൂപ വെച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ട്, നഷ്ടമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു പ്രാവശ്യം വന്ന് കയറി പന്നിശല്യം ഇടയ്ക്ക് വന്ന് കയറി ഒരു 10-35 മൂട് കപ്പ ഒറ്റ പ്രാവശ്യം വന്ന് കയറി എല്ലാം കുത്തിപ്പറിച്ച് മുഴുവൻ തിന്നിട്ട് പോയി. വലിയ കുഴപ്പമില്ല. കപ്പ കൃഷി ലാഭമുള്ള പരിപാടിയാണ്. ഇപ്പം വില കിട്ടുന്ന കാരണം ഒരു നഷ്ടമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ വർഷവും കപ്പയുണ്ട്. ഒരു 10-35 വർഷമായിട്ട് തുടർച്ചയായിട്ട് കപ്പ കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ്. തീർത്തും ജൈവ രീതിയിലാണ് മരച്ചീനി വിളയിക്കുന്നത്. പന്നിയും എലിയും മരച്ചീനിക്ക് ഭീഷണി സൃഷ്ടിച്ചുവെങ്കിലും ഇതിനെയെല്ലാം അതിജീവിച്ചാണ് മരച്ചീനി വിളയിച്ചത്. എലി കടിച്ച് കുറെ കപ്പ നഷ്ടപ്പെട്ടത് ഈ കർഷകന്റെ ദുഃഖവും സമ്മാനിച്ചു. റോയി ഒറ്റയ്ക്കാണ് കൃഷിയെ പരിപാലിക്കുന്നത്. മികച്ച കർഷകനുള്ള നിരവധി പുരസ്കാരം റോയിയെ തേടിയെത്തിയിട്ടുണ്ട്. മാതൃകാപരമായി കൃഷി രീതിയുമായി മുന്നേറുന്ന റോയി മണ്ണിൽ കനകം വിളയിക്കുന്നത് നാട്ടുകാർക്കും അത്ഭുതമാണ്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്.